എങ്ങോട്ടെങ്കിലും പോകാലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഏട്ടൻ വിളിക്കുന്നത്, നമുക്കൊന്ന് പുറത്ത് പോയാലോ. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോവാട്ടോ. നൈനോട്ടിക്ക് ഒരു മുട്ടായി കിട്ടി, അതിന്റെ സന്തോഷം കേട്ടോ കാണിക്കുന്നത്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്ന അമ്പാടിനെ അവസാനം കൂട്ടിയിട്ടോ. ഇതാണ് ഞങ്ങളെ നാട്. ഈ ഈവനിങ് വൈബ് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഈ പുഴയടുത്തൊക്കെ വന്നിരിക്കാൻ വൈകുന്നേരങ്ങളിൽ. അങ്ങനെ ഏട്ടൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരാൻ നേരം അയ്യോ വിശക്കുന്നോന്ന് ഞാൻ പറഞ്ഞത്. ആ വിളി കേൾക്കലും വേഗം എന്നെ ഹോട്ടലിൽ കയറ്റി. എന്തായാലും കഴിച്ചിട്ടേ പോകുന്നറിയാം. അങ്ങനെ ദാ ബംഗാളികളെല്ലാം മലയാളികളായ നമ്മൾ ഈ നാട്ടിൽ. ഇവിടെയും ദാ പൊറോട്ട അടിക്കാൻ ബംഗാളി ചേട്ടൻ കേട്ടോ. എന്തായാലും മലയാളികൾ പൊറോട്ട തിന്നാനുള്ള യോഗ ഇനി ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെ പൊറോട്ടയും ബീഫ് നല്ല കോംബോ ആണല്ലോ. ആര് കേട്ടാലും കൊതിക്കുന്ന ഒരു ഐറ്റംസ് ആണല്ലോ പൊറോട്ട ബീഫും. ഞാൻ പൊറോട്ട ബീഫ് ഓർഡർ ചെയ്ത്. അമ്പാടി പറഞ്ഞ എനിക്ക് അമ്മ ആ പിക്ചറിൽ കാണുന്നവന് അവനെ എവിടുന്നോ തപ്പി പിടിച്ചിട്ട് അവിടുത്തെ ചുമരിലൊരു ഫോട്ടോ കണ്ട്. അതിന്റെ പേരായിരുന്നു ചിക്കൻ 65. ഞങ്ങൾ രണ്ടാളും വാശി പിടിച്ചു. എനിക്കത് വേണ്ട, എനിക്ക് ബീഫ് മതി. അമ്പാടി പറഞ്ഞ എനിക്കത് വേണ്ട അമ്മ, എനിക്ക് ചിക്കൻ 65 മതി. അങ്ങനെ ഒരു പ്ലേറ്റ് ചിക്കൻ 65 പോരട്ടെ, ഒരു പ്ലേറ്റ് ബീഫും പോരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ രണ്ടും കിട്ടിയപ്പോൾ എന്തൊരു സന്തോഷമാണ്. അങ്ങനെ ഞാൻ ബീഫും പൊറാട്ടയും മല്ലിടുമ്പോൾ അമ്പാടി ഇതാ ചിക്കൻ 65 പൊറാട്ടയും മല്ലിടുന്നു. ഇതിൽ രണ്ടിലും ഞാനില്ലേന്ന് പറഞ്ഞ് നിൽക്കുന്ന ചേട്ടൻ അവസാനം കുത്തിരിഞ്ഞ് കഴിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതിനോട്ട് പൊറാട്ടയും 65 കഴിച്ചു. അങ്ങനെയെല്ലാം നിൽക്കുമ്പോൾ അതാ ഞങ്ങളെ പൈസയൊക്കെ കൊടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ തലയിൽ കൂനുള്ള ഒരു ഫിഷ് അതുമായി കളിപ്പിച്ച് കുറെ നിന്നിട്ടോ. ഞാൻ അമ്പാടി എന്റെ കൈ കടിച്ചോ എന്ന് പറഞ്ഞ് കുറെ കൈ വെച്ച്. അങ്ങനെ ഗ്ലാസിന്റെ പുറത്ത് കൈ വെക്കാനേ അവന് ധൈര്യമുള്ളൂ. ഉള്ളിൽ കൈയിട്ട് നോക്കടാന്ന് പറഞ്ഞപ്പോ ആദ്യം അമ്മ ഇട്ടാലും ഞാൻ പിന്നെ ഇടാന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങ് പോന്നു കേട്ടോ. അപ്പൊ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ.